എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ രുചികരമായിട്ടുള്ള ഒരു പലഹാരം റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ്ങിൽ സ്നാക്സ് ആയിട്ടോ ഒക്കെ സെർവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ അധികം മധുരമൊന്നുമില്ലാതെ ആവിയിൽ വേവിച്ചാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. പഴമൊക്കെ പഴുത്തുപോയി തൊലി കറുത്തിട്ടുണ്ടെങ്കിൽ ഇനി കളയേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ അധികം മധുരമൊന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഓയിലും അധികം ആവശ്യമില്ല. നമുക്ക് വേഗത്തിലൊന്ന് കണ്ടിട്ട് വന്നാലോ. ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ തൊലിയൊക്കെ കറുത്തു പോയിട്ടുള്ള പഴമാണ് ഞാൻ എടുത്തേക്കുന്നത്. ചെറുപഴം വളരെ മധുരമുള്ള പഴമാണ്. അപ്പോൾ ഞാൻ ഒരു പടലയോളം ചെറുപഴം ഇത് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. ആദ്യം നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. സാധാരണഗതിക്ക് നമ്മൾ പഴമൊക്കെ ഒത്തിരി പഴുത്ത് കഴിഞ്ഞാൽ വെറുതെ കളയുകയാണല്ലോ ചെയ്യുന്നത്. എന്നാൽ നമുക്ക് വളരെ രുചികരമായിട്ട് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈ പഴമെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കേണ്ടതാണ്. ഏകദേശം ഒരു 15 പീസോളം ചെറുപഴം ഞാൻ എടുത്തിട്ടുണ്ട്. ഇവയെല്ലാം നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു അച്ച് ശർക്കര ഞാൻ എടുക്കുന്നില്ല. അതിൻ്റെ നേർ പകുതി മാത്രമേ നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് മുഴുവനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരച്ച് ശർക്കരയൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഒത്തിരി മധുരമായിരിക്കും. അപ്പോൾ അത്രയും മധുരം എനിക്ക് വേണ്ടാത്തതുകൊണ്ട് ഞാൻ പകുതിയേ എടുക്കുന്നുള്ളൂ. അരക്കപ്പളവിൽ തേങ്ങ ചിരകിയതോടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. തേങ്ങയൊക്കെ എത്രത്തോളം ചേർത്ത് കൊടുത്താലും അത്രത്തോളം ടേസ്റ്റി ആയിരിക്കും ഈ പലഹാരത്തിന്. ആദ്യമേ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരയുടെ നേർ പകുതി ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ഉരുക്കിയെടുക്കുകയാണ്. കാൽക്കപ്പളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇവ നമുക്ക് ഉരുക്കിയെടുക്കാവുന്നതാണ്. നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെ ആണെങ്കിലും അതുപോലെ നേന്ത്രപ്പഴത്തിൻ്റെയും മധുരം നോക്കിയിട്ട് ആവശ്യമുള്ള മധുരം ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞാൻ ചെറിയൊരളവിൽ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ശർക്കരയെല്ലാം ഉരുകി കിട്ടിയപ്പോൾ ഞാൻ അരിച്ചൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ ഗീയാണ് ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. കുറച്ച് കശുവണ്ടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. കശുവണ്ടി ഒന്ന് മൂത്ത് വന്നപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എള്ളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ ഹെൽത്തിയുമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. എള്ള് കഴുകിയെടുത്ത ശേഷം അരിപ്പയിലൂടെ ഒന്ന് വാല വെച്ചിട്ട് വെള്ളമൊക്കെ വാർന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഗീയിലോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. എള്ളും കൂടി ഒന്ന് മൂത്ത് കിട്ടുമ്പോൾ നമുക്കിവ രണ്ടും കൂടെ എടുത്തൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാവുന്നതാണ്. കറുത്ത എള്ളിന് പകരം നിങ്ങളുടെ കയ്യിൽ വെളുത്ത എള്ളുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇതേ പാനിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ പഴത്തിൻ്റെ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വേറെ അഡീഷണൽ ഓയിലൊന്നും ചേർത്ത് കൊടുക്കേണ്ട. നമ്മൾ കശുവണ്ടിയൊക്കെ മൂപ്പിച്ചെടുത്തപ്പോൾ ഓയിൽ ചേർത്തിട്ടുണ്ടല്ലോ, ആ ഒരു ഓയിൽ മാത്രമേ ആവശ്യമുള്ളൂ. പഴമരച്ച ആ കൂട്ടും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി ഒന്ന് വരട്ടിയെടുക്കേണ്ടതുണ്ട്. ആ പഴത്തിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം. ആ ഒരു പരുവം വരെ നമ്മളൊന്ന് വരട്ടിയെടുക്കണം. നോൺ സ്റ്റിക്ക് പാൻ എടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അധികം ഗീയൊന്നും ചേർത്ത് കൊടുക്കാതെ ഇതൊന്ന് വരട്ടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എടുക്കുമ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ നമുക്ക് ഓയിലൊക്കെ കുറച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാം. പഴമൊക്കെ ചെറുതായിട്ടൊന്ന് വരട്ടി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മളിനി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുകയാണ്. നേന്ത്രപ്പഴമാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു യെല്ലോ കളറിൽ നമുക്ക് ഈ ഫില്ലിങ് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. പഴമാകുമ്പം എപ്പോഴും വെളുത്ത ആ ഒരു ഇതിലേ നമുക്ക് കിട്ടത്തുള്ളൂ. കുറച്ചധികം ശർക്കരയൊക്കെ ചേർത്ത് കൊടുത്താൽ ഈ ഒരു ഫില്ലിങ്ങിന് നല്ല ഒരു കളർ കിട്ടുകയുള്ളൂ. ഇവിടെ ഞാൻ കുറച്ച് അളവിൽ മാത്രമേ ശർക്കര ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ ഈ പലഹാരം തയ്യാറാക്കി എടുത്താലും വലിയ കളറൊന്നും കാണുകയില്ല. കാരണം ചെറുപഴമായതുകൊണ്ട് അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പോൾ പിന്നെ പഴത്തിനകത്തോട്ട് നമ്മൾ വീണ്ടും മധുരം ചേർത്ത് കൊടുത്താൽ ഒത്തിരി മധുരമായി പോവും. ഒരു 3-4 മിനിറ്റും കൂടി ഒന്ന് വരട്ടി എടുത്തിട്ടുണ്ട്. ശർക്കരയിലുള്ള വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ചിരകി കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്താൽ തേങ്ങയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി ചെറുതായിട്ട് ഒന്നും കൂടെ ഒന്ന് വരട്ടിയെടുക്കേണ്ടതുണ്ട്. ഇത് വളരെ രുചികരമാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഒരു ഫ്ലേവർ തന്നെ കിട്ടും. ഇനി നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന കശുവണ്ടിയും അതുപോലെ തന്നെ ആ കറുത്ത എള്ളും ഉണ്ടല്ലോ, ആ ഒരു കൂട്ടും കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഗോതമ്പ് പൊടിയാണ്. നമുക്ക് ഇടിയപ്പമൊക്കെ തയ്യാറാക്കി എടുക്കുന്ന ആ വറുത്തിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ, അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ
കുറേശ്ശെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്താലേ കറക്റ്റായിട്ട് എത്രത്തോളം വേണം എന്നറിയാനായിട്ട് പറ്റുകയുള്ളൂ. ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ കൂട്ടുമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മളെടുക്കുന്ന പഴത്തിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ചേർക്കുന്ന ഗോതമ്പ് പൊടിയുടെ അളവിന് വ്യത്യാസം വരും. ഞാനിവിടെ ഏകദേശം ഒരു 1/4 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷമാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ഇനി നമ്മളിത് വാഴയിലയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. നമുക്ക് വഴണയിലയിൽ കുമ്പിള് കുത്തി ആ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കാം. വാഴയില ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുള്ളതാണ്. ഇതിലോട്ട് നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് കുമ്പിള് കുത്തി കൊടുക്കണം. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഫില്ല് ചെയ്ത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കുമ്പിളിലോട്ട് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കണം. ഈ ഒരു രീതിയിലാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് വാഴയിലയിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഈ കുമ്പിളിനകത്ത് ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ ചെറിയൊരളവിൽ മാത്രം വെച്ച് കൊടുക്കുക. ഗോതമ്പ് പൊടിയാകുമ്പോൾ അരിപ്പൊടിയൊക്കെ കുറച്ചും കൂടെ വേവ് കൂടുതലാണ്. അപ്പോൾ ചെറിയൊരളവിൽ വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. ഞാൻ ഈ ഒരു രീതിയിൽ കുമ്പിൾ കുത്തി അതിലോട്ട് ഈ ഫില്ലിങ് വെച്ച് കൊടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കും. വീണ്ടും ഒന്ന് മടക്കി കൊടുക്കും. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലും രീതിയിലും ഈ പലഹാരം തയ്യാറാക്കി എടുക്കാം. വാഴയിലയിലോ വഴണയിലയിലോ ഒക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേഞ്ചസ് വരുത്തി തന്നെ തയ്യാറാക്കി എടുക്കുക. വാഴയില ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ട് വേണം ഈ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ വാഴയില പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പലഹാരം ആവിയിലൊന്ന് വേവിച്ചെടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. ഇഡ്ഡലി പാത്രത്തിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മുതൽ 15 മിനിറ്റ് നമുക്ക് എടുക്കും ഇത് വേവിച്ചെടുക്കാനായിട്ട്. നമ്മൾ ഒത്തിരി കനം കൂട്ടിയല്ല ഫില്ലിങ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കുറച്ചുകൂടെയൊക്കെ കനം കൂട്ടിയാണെങ്കിൽ ഈ ഒരു സമയത്തിൽ നിന്നും കുറച്ചും കൂടെ കൂടുതലെടുക്കും. ഏകദേശം ഒരു 15 മിനിറ്റോളം ഞാൻ സ്റ്റീം കൊള്ളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒന്ന് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ചൂടാറി കഴിഞ്ഞാലേ നമുക്ക് ഇലയിൽ നിന്ന് ഇത് കറക്റ്റായിട്ട് അടർത്തിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. നമ്മൾ കശുവണ്ടിയും എള്ളും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അതും കൂടെ കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എള്ളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ ഹെൽത്തിയുമാണ്. ഇതുപോലെ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. അതിൽ മധുരമൊന്നും ചേർത്തിട്ടില്ലാത്തത് കൊണ്ട് ആർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ ഈ റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്. ഓരോ വീഡിയോയ്ക്കും തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. തൊലി കറുത്തു പോയിട്ടുള്ള പഴമുണ്ടെങ്കിൽ ഇനിയും കളയാതെ ഇതുപോലെയൊക്കെ ഇത് തയ്യാറാക്കി കുട്ടികൾക്കൊക്കെ കൊടുത്തു നോക്കൂ. ബേക്കറി പലഹാരമൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ആവിയിൽ വേവിച്ച പലഹാരമൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഈ കുഞ്ഞു ചാനലൊരു സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകല്. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.